ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്മീൻ മുളകിട്ടതാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തക്കാളി, വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഈ രീതിയിൽ മുറിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കടുകും വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം, മറ്റേ കടുക് കരിഞ്ഞു പോകും. കരിയാതെ കിട്ടണ്ടേ? നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് കുറഞ്ഞ രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, കറിവേപ്പില ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണമല്ലോ, അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വരണം. അത് നല്ല ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈഡിലേക്കാക്കി നീക്കി വയ്ക്കുക. ചീനച്ചട്ടിയിൽ സൈഡിലേക്ക് നീക്കി കൊടുക്കുക. ഇനി പൊടികൾ ചേർക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള പൊടിയാണ്. ഇനി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം, നിറത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക, കൂടുതൽ ഇടരുത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, അത് ആവശ്യത്തിന് ചേർക്കണേ. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ കഴുകി വെച്ച നെയ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കുക. അതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറഞ്ഞൊരു തിളച്ചം പോലെ വരുന്നുണ്ട്. വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്തെടുക്കുക. ഈ പുളിവെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇതങ്ങനെ അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു ഇതുപോലെ ഉണ്ടാവും. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇടുക. ഇതാ നമ്മുടെ നെയ്മീൻ മുളകിട്ടത് റെഡിയായി. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയറും ചെയ്യുക.